ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാൽ രാവിലെ തന്നെ നമ്മള് വീഡിയോ എടുക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫുഡ് ബ്ലോഗാണ്. അപ്പൊ എല്ലാ പ്രവാസികൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, സൗദിയിൽ നിന്ന് വന്ന് നാട്ടിലെത്തുമ്പോൾ കുറെ ഫുഡ് ഒന്ന് ടേസ്റ്റ് നോക്കണം, പിന്നെ സ്ഥലങ്ങൾ പോയി കാണണം. അങ്ങനെയൊക്കെ ഏതായാലും ലീവിനൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രവാസികൾക്കും, അതായത് പുറത്ത് എടുക്കുന്ന ആളുകൾ നാട്ടിൽ വരുമ്പോഴേ ആഗ്രഹം ഉണ്ടാവും നാട്ടിലെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ കുറെ ദിവസമായിട്ട് കാണുന്ന ഒരു ഫുഡ് ഉണ്ട്. അവിടെ ഞാൻ എങ്ങനെ എന്തോന്നും എനിക്കറിയില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പോണത് പെങ്ങളെ കുട്ടീൻ്റെ കോളേജിലേക്കാണ്, ഓനെ കൊണ്ടുവരാനാണ്. ഇപ്പൊ സമയം 6-6:15 അപ്പൊ അവനെയും കൊണ്ടുവരണം. ക്യാമറയുടെ പിന്നിൽ വേറൊരുത്തനുമുണ്ട്, നമ്മളെ ഹാഫിലാകാൻ പോകുന്ന സാനു. അവർക്കാണ് നമ്മൾക്കിന്ന് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പൊ ഓനെ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ സർപ്രൈസ് കൊടുത്തു. ഓനെ നമ്മൾ വന്നത് പിന്നെ അറിഞ്ഞിട്ടില്ല, ഞാൻ അവിടെ പോയി അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ സർപ്രൈസ് ആയി ഓനെ. അപ്പോ അന്ന് അവനെ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാതി. അപ്പൊ നമ്മളെ മോങ്ങത്തങ്ങാടിയിൽ തന്നെയാണ് ഈ ഹോട്ടൽ ഞാൻ കണ്ടത്. അപ്പൊ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് എന്നല്ല, എങ്ങനെയാണെങ്കിലും നമ്മളെന്നാ വീഡിയോ ഇടും. അടിപൊളിയാണെന്നെങ്കിൽ അടിപൊളിയാണെങ്കിൽ നമ്മൾ അപ്പൊ പറയാ. അപ്പൊ അങ്ങോട്ട് പോണ വഴിയിലാണ് നമ്മൾ ഉണ്ടാക്കണത്. നമ്മളെ ചെറുക്കനാണ്. ഹായ് പറയ്. നമ്മളെ ഹാഫിലാണ്. വീഡിയോക്കൊക്കെ വരാൻ വേണ്ടിയാണ് കേട്ടോ, വേറെ കാര്യം. അപ്പൊ ഇവനാണ് ഇന്ന് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. നമ്മൾക്ക് വീഡിയോ ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പെങ്ങളെ കുട്ടികൾ. അപ്പം ഇവരെ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ്. എല്ലാം കാണും അവിടുന്നൊക്കെ പിന്നെ ഓലെ ചെലവൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ കാക്കാരി ഇന്നലെ കാണല്. ആ അതൊക്കെ കാണും. പിന്നെ ഓൾക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പം ഒരു വീഡിയോ ഇടി കുറെ ആൾക്കാർ ഇതേമാതിരി വീഡിയോ ഇടി ഓടെ വീഡിയോ ഇടണില്ല എന്താണെന്നൊക്കെ വെച്ച്. അപ്പോൾ അതിന്റെ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് തന്നെ ഇടാഞ്ഞത്. ഇനി നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് വൈറ്റ് വരും. ഇന്ന് കുറെ പരിപാടികളുണ്ട് കേട്ടോ, ഇന്ന് കുറെ പരിപാടികളുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ വീഡിയോ വരും എന്തൊക്കെയൊന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മള് പോലെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സർപ്രൈസ്? പറയ്, ഇതില് മയക്കില് പറയ്. സർപ്രൈസ് ആയോ? ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇനി നമ്മള് പോയി കണ്ട് അവിടെ പോയി വെക്കുക. ഇതിപ്പോ നമ്മൾ ആരോടും പറഞ്ഞില്ല എന്ത് ഫുഡ് കഴിക്കണത്, അല്ലേ? ഇപ്പൊ നമ്മള് പെരേന്ന് പോന്നപ്പോ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങള് ഫുഡ് കഴിക്കണ കാര്യങ്ങൾ. ഞാൻ ഇപ്പൊ ഇവനോട് ഇപ്പൊ ഇങ്ങനെ പറയും, നമുക്ക് അതാണ് അവിടുന്ന് വീഡിയോ എടുക്കാഞ്ഞേ. അങ്ങനെ ആകുമ്പോ വണ്ടിയിൽ ആള് കൂടും, അപ്പൊ അവർക്ക് പോരാൻ സ്ഥലം ഉണ്ടാവില്ല. കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഓലൊക്കെ കൊണ്ട് നമ്മള് പിന്നെ പോകും, അല്ലേ? ഇത് നമ്മളിപ്പോ പോയിട്ട് രാവിലത്തെ ആ സാധനം, ഞാൻ എന്താ സാധനം പറഞ്ഞുതരാം. പൂരി കണ്ടീനി ഞാനവിടെ. അപ്പൊ പൂരി കണ്ടപ്പം എനിക്കൊരു പൂതി. അങ്ങനെ ഉണ്ടാവല്ലോ നമ്മള് കുറെ കാലം ഇങ്ങനെ വരുമ്പോ. ഇപ്പൊ നമ്മളെ നാട്ടില് ഫുള്ള് അധികം കടകളാട്ടോ, എത്രങ്ങാനും കടകളാണെന്നോ പലതരത്തില്. അപ്പൊ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്തു വരും. അപ്പൊ ചിലപ്പോ ടൈം എടുക്കും, ഇതിനൊക്കെ പൈസയും വേണല്ലോ, അല്ലേ? വേണ്ടേ? നല്ല പൈസയുണ്ട് കേട്ടോ, നല്ല നല്ല സെറ്റപ്പുള്ള സംഗതിയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂടാ, അല്ലെ? പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി. പിന്നെ അതിന്റെ ഇടയിൽ ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്താല് വളരെ ഹാപ്പിയായി. അപ്പൊ ഇപ്പൊ വ്യൂസ് ഒക്കെ വളരെ കമ്മിയാണ്. എന്താണെന്ന് നമ്മൾ വീഡിയോ ഇടാത്തോണ്ടായിരിക്കാം. കാരണം ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴാണ് ഏകദേശം നമ്മളെ യൂട്യൂബൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ, പിന്നെ വീഡിയോക്ക് വ്യൂസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി. അപ്പൊ രാവിലെ തന്നെ ഒരിക്കൽ കൂടി നമ്മളെ വീഡിയോക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അതി വലിയ വാഹനമായ അല്ലെ ഞങ്ങളെ ഓട്ടോയിൽ അവനെ കൊണ്ടുപോകാൻ പോകുന്നു. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം, അല്ലേ? അങ്ങനെ നമ്മൾ അവരുടെ കോളേജിലെത്തി, അല്ലേ? മുത്തന്നൂരിന്റെ കോളേജ്, അത്തരിയ അറബിക് കോളേജ് മുത്തന്നൂർ. അപ്പൊ നമ്മൾ കോളേജിൽ എന്താ പറയാ, ഒരു മാസത്തിന് ശേഷം കാണില്ലേ? അങ്ങനെയല്ലേ കാണല്? ഇപ്പൊ വേറെ കോളേജിൽ എക്സൈറ്റഡ് അങ്ങനെയല്ലേ പറയുന്നത്? അതായിരുന്നു ബക്കറ്റിനെ തൂക്കിക്കൊണ്ട് ഇതെത്താ ഇതിലുള്ള എന്തിന് അല്ലാ നബിദിനത്തിന് പാട്ട് പാടിയിട്ട് സമ്മാനം വാങ്ങി അത് വണ്ടിയിൽ കൊണ്ടുവച്ചു.
പറയാളെ ഇവരെ എന്റെ കൂടെ പോരാളെ എന്ത് മാറിക്കാൻ പറ്റില്ല വീഡിയോ കാണാനല്ലേ ഇങ്ങളെ ഞാൻ അവിടെ കണ്ടു ഇങ്ങള് നാളെ വരിക്കുന്നില്ലേ ഓർമ്മണ്ട് പോലെ ഇങ്ങനെ കുടിച്ചിട്ടാ മാറിക്കണേ ഇതാണ് പരി ആണ് നമ്മൾ പറഞ്ഞ കട മർഹബ മർബല്ല പൂരി ഇങ്ങനെ കണ്ടപ്പോ ഒരു പൂരി അയക്കാം അപ്പൊ നമ്മളെ കൂടെ ജയസ്കോറെ ഞാൻ കുറച്ച് ആൾക്കാരൊന്നല്ല കേട്ടോ കൊറേ ആൾക്കാരുണ്ട് വണ്ടിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കൊറേ ആൾക്കാരുണ്ട് 1 2 3 4 5 7 ആൾക്കാർ മാഷാ അല്ലാ ഇനി നമ്മളെ സാധനം പറ്റേ എന്നിട്ട് നോക്കാം ചാക്കിയാണ്ടി എന്റെ ക്യാമറമാനാണ് അയിമ നക്കല്ലേ ശരി ഓനവിടെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാനോ എവിടെ ഇങ്ങനെ കുടിക്കാന്ന് എവിടെ വെച്ചു അവിടെ വെച്ചു നിങ്ങളെ അഭിപ്രായം തരണോ ഞാൻ ഒരു സാധനം വാങ്ങി തരുന്ന അതിന്റെ അഭിപ്രായം പറഞ്ഞു അത് വണ്ടിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും 2 വണ്ടിക്കുള്ള ആൾക്കാര് ഞാൻ 4 ആൾക്കാരുള്ളത് ഒന്ന് ഇവനാണ് ഇതിന്റെ ഫുൾ ഉത്തരവാദി 1 2 3 4 5 7 ആൾക്കാര് കുട്ടടി തിന്നോളൂ ഇതാണ് ഞമ്മ പറഞ്ഞ പൂരി അതിന്റെ കൂടത്തുള്ള ബാജിയോ ബാജി കഴിച്ചു നോക്കിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞു 1 മതി പറഞ്ഞു വലിയ പൂരി പ്ലേറ്റ് കൊള്ളൂലേ അത് കഴിഞ്ഞിട്ടല്ലേ കഴിച്ചോടി ഇന്നെ നോക്കണം നിങ്ങൾ കഴിച്ചോടി ഇന്നെ നോക്കാൻ പാടില്ല പ്ലേറ്റ് ഇട്ട കഴിക്കണം എന്താണോ ചങ്ങായി ചുരുട്ടുള്ളൂ എന്ത് പറയണത് കഴിച്ചിട്ടൊക്കെ അല്ലേ അറ്റാക്ക് ചെയ്യല്ലേ ഞാൻ വീഡിയോ എടുത്തന്നാലേ എനിക്ക് കഴിക്കാനില്ല വീഡിയോ എടുക്ക അതിനൊക്കെ നല്ല അടിയാ അതിനത് കഴിഞ്ഞിട്ടോ ഞങ്ങൾ കൊള്ളാം ഇങ്ങനെ ഒന്നാണോ ഒരു കഷ്ണം എടുക്കുക അധികം നിൽക്കുക എനിക്ക് മാണ്ടേത് തിന്നു എനിക്ക് മാണ്ടേത് തിന്നു ആർക്കും തിന്നാം ആവശ്യമുള്ളത്ര തിന്നാം പൈസ കൊടുക്കാനില്ലെങ്കിൽ എത്ര പണിയെടുക്കണം എന്നുള്ളൂ എല്ലാവർക്കും ലീവല്ലേ ഏതായാലും കഴിച്ചിട്ട് വരല്ലേ ആ മൈക്ക എങ്ങനെ മുപ്പേ കൊടുത്താ മൈക്ക നിങ്ങളെ പേരേതാണ് പേര് പറയും പേര് ഷമീം അതോ മുർഷിദ് യാസർ അർഫാത്ത് ഇതിന് പറയണ്ട ജവാദ് 2 സവാദ് മുർഷിദ് മുഫ്ലി പിന്നെ നമ്മളെ എങ്ങനെയുണ്ട് പൂരി പൊളി ഇനി വരാം അല്ലേ പറഞ്ഞു അതില് പറയും മല കേട്ടോ ഇതില് മൈക്കില് സംഭവം സീന് പൊളിച്ച് തീർപ്പതേ ആരെന്താ കുഴപ്പം ഇതിൽ കട്ടൊന്നും ഉണ്ടാവില്ല ഇത് കട്ടാക്കൊന്നുമില്ല ഞാൻ അങ്ങനെ ഉണ്ടല്ലോ മറ്റേ അല്ല മറ്റേ ഇത് പറഞ്ഞ മാതിരി വരും വേറെ പറഞ്ഞ മാതിരി ഭൂരിനെ പറ്റി രണ്ടാക്കണം ഓനെ വേദറിയാ ഞങ്ങൾ പറയും ഭൂരിനെ പറ്റി മാരക സാധനം അങ്ങനല്ല വേദ അങ്ങനെ അല്ലേ വേദ തന്നെ മാതിരി ആർക്കാ താല്പര്യം അല്ലേ എന്നാ പോലെ നമുക്ക് വേറെ സാധനം വേണം കൊടുക്കാം പൊളി സാധനം കളി
ഈ ഡയലോഗുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് അറിയിക്കണേ എന്നോട്. ഏതാനോ ഞമ്മൾ കാണിച്ചെടുക്കാം. ഇവലിപ്പോ പോവല്ലോ, ഞമ്മളെല്ലാം ഉണ്ടാവുക. അച്ഛനടാ അതെന്താ പറയാത്ത അറി ഓക്കെ നമുക്ക് വേണോ അയ്യപ്പോ എന്താ ആരും എടുക്കില്ല, പിന്നെ എങ്ങനെ ഞാൻ എടുക്കാം? എന്നായിക്കോളി. എട്ട് പൂരി 8 ചായ. കൊറേ ദിവസങ്ങൾ പൂരി ഇതിലൊക്കെ ആണ്. ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നു. അതുപോലെ അല്ല ഞാൻ വീടില്ല, ഇത് രണ്ടായിട്ട് പെൺകുട്ടികളാണ്. ഒരു മലപ്പുറത്താ, ബനും ആ ഇവല് പഠിച്ച മുത്തന്നൂരാണ്. ആ ഓന് ഇവൻ പഠിച്ചണ കൊണ്ടോട്ടാണ്. ഓൻ നല്ല അപ്പൊ ഞാൻ അതിങ്ങനെ കാണലുണ്ട്. അപ്പൊ ഓനെ കൊണ്ടുവന്ന വെള്ളൂര് തടപ്പറമ്പില്. ആ തടപ്പറമ്പിലല്ല, വെള്ളൂര് തടപ്പറമ്പ്. ആ തടപ്പറമ്പ് നമ്മളെ മയിലാടി റോഡ് പോലെ അവിടെ. അത് ശരിയാ. ഇന്നിന്റെ ഫുള്ള് ക്യാമറമാൻ സാധനമാണ്. ഓൻ ഏറ്റെടുത്തേക്കാണ്. അവിടെ ഇറങ്ങിയവര് വേഗനല്ലോടെ. ഞാൻ ഇതിന്ന് ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ നോക്കിട്ടോ, ഞാൻ അവിടെ നോക്കിയപ്പോ 4-5 ആൾക്കാരുള്ളൂ. ഇങ്ങനെ നോക്കിയോണ്ട് ഞാൻ ഒറ്റാളായി. അത് പ്രശ്നമല്ല, നമ്മക്ക് പ്രശ്നമല്ല. അപ്പൊ നമ്മളെന്നാ പോലെ അവിടെ കയറിക്കോളെ. അവിടെ ഇറങ്ങാം, അവിടെ ഇറങ്ങാം. അല്ലെങ്കിലും നിങ്ങക്ക് അവിടെ അല്ലേ, ഞങ്ങളുടെ ഇറക്കണ്ടല്ലോ, അതിലല്ലേ പോവാ നിങ്ങള്. അവിടെ ഇറങ്ങി ഞാൻ ഏതായാലും കേറി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മുടിച്ചോ കേറി കൂടി. ഞാൻ തിരിച്ചട്ടെ. ഒരു ലോറിക്കുള്ള ആളുമായി ഓട്ടോറിക്ഷയിൽ അല്ലേ? ഇപ്പൊ പൂരി ഇതൊക്കെ അയച്ചപ്പോ ആളെ കൊള്ളണില്ലല്ലോ. മൂന്നാളവിടെ ഇറങ്ങണേ, മൂന്നാള് കൊണ്ടോട്ടേക്ക്, 2 ആള് അത്താണിയൊക്കെ. അപ്പൊ 5 ആളായിട്ടുള്ളൂ. 5 ആളെന്നെ ഉള്ളൂ അല്ലേ? പിന്നെ നിങ്ങൾ 2 ആളല്ലേ? കൊണ്ടോട്ടിന്ന് പിന്നെ പോകണ്ടോ? കൊടുക്കത്തണോ? എണ്ണപ്പാറ. ഇത് മുണ്ടോ കുറച്ച് പോലോ എല്ലാരും. അല്ല കൊണ്ടോട്ടില്ലേ? ഒളട്ടൂര്. ഒപ്പര അടുത്ത് തന്നെയാണല്ലോ. ഒളട്ടൂര്, മുതലൂര്, മാഞ്ഞേരി ഒക്കെ നമുക്ക് അറിയണമല്ലോ. കൊണ്ടോട്ടിക്കാരെ ഇറങ്ങിക്കോളെ, വേഗം കൊടുത്തോളിട്ടോ. പിന്നെ അവൻ കൊടുന്നില്ല. പൈസ വേണേ, ഇനി ഒരുമിച്ചാക്കാം. സമ്മാനങ്ങളൊക്കെ ഇട്ടോ മാർക്ക് അരിട്ടേക്കാലോ. നാളത്തെ പരിപാടി പിന്നീട് കാണാം. ഓക്കെ, കുട്ടിയാപ്പൂന്റെ അടുത്താണ് എല്ലാരും. ഇന്നലെ രാത്രി മുതൽ അവിടെയാണ് എല്ലാരും.
അപ്പൊ ആര് ഓനോ സാനോ സാനും കടയിന് ഓല് ഇന്നലെ വൈകുന്നേരം പോയത്. അത് രാത്രിയാണ് പോയി എല്ലാരും. ഓനവിടെ കൂടാറ്. ഇന്ന് ഉച്ചക്ക് ഓനാണ് എല്ലാരും അവിടെ കൂടാറ്. അങ്ങനെ എല്ലാരും ജ്യേഷ്ഠന്റെ വീട്ടിൽ. അപ്പൊ ഓൻ പറഞ്ഞു ഇറച്ചി വാങ്ങിക്കോ വെള്ളിയാഴ്ചല്ലേ, അല്ലെങ്കിലും വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറച്ചി നെയ്ച്ചോറും അല്ല തേങ്ങാച്ചോറും, അതിന് മുന്നത്തെ ദിവസം നെയ്ച്ചോറും. ഇന്ന് എന്താണെന്ന് അറിയില്ല. അത് പുറത്തു പോയി വരുമ്പോ നമ്മളിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ തിന്നു തീർക്കണം അല്ലേ? അല്ലാത്ത വെറുതെ പൈസ അവിടെ പണി കൊണ്ടുവന്നിട്ട് പണി എടുക്കുക തിന്നുക. നമ്മളെന്തിനാ ജീവിക്കുന്നത്? തിന്നാൻ വേണ്ടിയല്ലേ? നിങ്ങൾ മലപ്പുറത്തേക്ക് എന്തിനാ നടത്താനിക്കറേ? അതിനാണ് നല്ല വെള്ളാമ്പറന്നവരല്ലേ? വെള്ളാമ്പറന്ന് തിരക്കോളി. കാരണം എന്താ വെച്ചാല് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, സ്കൂളിലെ തിരക്കോ. അപ്പൊ എല്ലാം ഇവിടെ നിർത്തും. അപ്പൊ നിങ്ങൾക്ക് തിരക്കില്ലാത്ത നിങ്ങൾ വലിയ തിരക്കിലായിരുന്നു. നിങ്ങളിപ്പോ ഇവിടെ പേരെ മലപ്പുറത്ത് ഇവിടെ വരാ? അല്ലാളൂ എല്ലാരും കുടിലങ്ങാടിയാ? കുടുംബക്കാരോ? നിങ്ങളെല്ലാരും കുടുംബക്കാര്? അടുത്തോട്ടുള്ള റോഡിനോ കുടിലങ്ങാടിന്ന്? നേരെ പോവാ? നേരെ പോയിട്ടോ? കടുങ്ങൂത്ത് എവിടെയായിരുന്നു? നമ്മളെ പമ്പ കഴിഞ്ഞ് പോയോ? അവിടുന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഇറങ്ങിയത് പാലക്കാട് ബസ്സിന് ഇറങ്ങി. കാരണം മറ്റേ അവിടെ നിർത്തൂല, ചിലപ്പോ നിർത്തൂല. ഇവിടെ നമുക്ക് എല്ലാം നിർത്തും. അതല്ലാതാ 2 ബസ് കയറണ്ടേ. അങ്ങനെ നമ്മള് 2 മൂല്യന്മാർ വീണ്ടും വിട പറയുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വയസ്സില വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ആ ശരി, നമ്മൾ പോയിട്ടോ. നാളത്തെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, ഇനിയും കൊണ്ടുപോകണമെങ്കിൽ ഉഷാറായി. പോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അല്ലേ? എന്നാ ശരി, ഓക്കെ. ഇനിയിപ്പോ എന്താ ഇപ്പൊ ഒന്നുമില്ലല്ലോ. അപ്പൊ ശരി, എന്നാ ഇനി അടുത്ത വീഡിയോയിൽ കാണാല്ലേ? അങ്ങനെയായിരിക്കും. ബൈ ബൈ, സീ യു.